ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജ കാരണം ഒരുപാട് യുവ ഓൾറൗണ്ടർമാർക്ക് അവസരം നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഓസ്ട്രേലിയൻ സീരീസിൽ അക്സർ പട്ടേലായിരുന്നു ടീമിൽ, രവീന്ദ്ര ജഡേജക്ക് റെസ്റ്റ് ആയിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പോൾ രവീന്ദ്ര ജഡേജ വന്നിട്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെ നിറമങ്ങി. ഇപ്പോൾ ന്യൂസിലൻഡിനെതിരെ 2 കളി കഴിഞ്ഞു, അതിലും അദ്ദേഹം ഔട്ടാണ്. എന്ത് പറയുന്നത്, 2023 മുതൽ 2026 തുടക്കം വരെ ഒരു 3 വർഷത്തെ കാലയളവിൽ ജഡേജ വളരെ മോശം പെർഫോമൻസാണ് കളിച്ചിട്ടുള്ളത്. ഈ പല യുവതാരങ്ങൾക്കും അദ്ദേഹം കാരണം അവസരം നഷ്ടമായിട്ടുണ്ട്. കാരണം 35 കളികളിൽ നിന്നൊക്കെ ഒരു 43 വിക്കറ്റ്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ടെസ്റ്റിലായാലും ജഡേജ എന്ന് പറയുമ്പോൾ ബാറ്റർമാർക്ക് പെട്ടെന്ന് ഓവർ എറിഞ്ഞ് തീർക്കുകയും ചെയ്യും, ബാറ്റ്സ്മാൻമാർക്ക് സെറ്റിലാവാനുള്ള ടൈം കൊടുക്കാറില്ല. ഇപ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് സെറ്റാവാനുള്ള ഒരു ഓവറായിട്ടാണ് ജഡേജനെ കൂട്ടുന്നത്. അദ്ദേഹം കാരണം ഒരുപാട് യുവതാരങ്ങൾ പറയുകയാണെങ്കിൽ അക്സർ പട്ടേൽ, കൃണാൽ പാണ്ഡ്യ, റിയാൻ പരാഗ്, തേവാത്തിയ, അങ്ങനെ ഒരുപാട് സ്പിൻ ഓൾറൗണ്ടേഴ്സിന് ഇന്ത്യൻ ടീമിൽ നിന്ന് വർഷങ്ങളായിട്ട് ചാൻസ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സർ പട്ടേൽ അദ്ദേഹത്തെക്കാൾ ഒരുപാട് പടി മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ജഡേജ ഉള്ളത് കൊണ്ട് മാത്രം അക്സർ പട്ടേലിന് ചാൻസ് കിട്ടുന്നില്ല. പകരം വാഷിങ്ടൺ സുന്ദറിനെയാണ് ഇന്ത്യൻ ടീമിൽ പരിഗണിക്കുന്നത്. കാരണം ജഡേജ ലെഫ്റ്റ് ആം ഓൾറൗണ്ടറാണ്, സെയിം എഫക്റ്റ് തന്നെയാണ് അക്സർ പട്ടേൽ വന്നാലുള്ളത്. അതുകൊണ്ട് ഒരു ഓഫ് സ്പിന്നർ എന്നുള്ള രീതിയിൽ വാഷിങ്ടൺ സുന്ദറിനെയാണ് ഇന്ത്യൻ സെലക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരെക്കാളൊക്കെ ഒരു പടി മുന്നിൽ ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും അക്സർ പട്ടേൽ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ ജഡേജയുടെ ഈ മെല്ലെപ്പോക്ക് വീണ്ടും തുടരാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ ഒരു സ്ഥാനം അദ്ദേഹം അർഹിക്കുന്നില്ല.